എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്ലാസ് ആണിത്. കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ഒരു ചാർട്ട്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു, 3 ഭാഗങ്ങളായി മാറ്റുന്നു. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ ഈ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കാൻ സഹായിച്ച അല്ലെങ്കിൽ ഇന്നത്തെ പീരിയോഡിക് ടേബിൾ വരെ എത്തുന്നതിനുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ പാർട്ട് 1-ൽ, അതായത് ഈ ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1-ൽ നമ്മൾ സംസാരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ച ശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് സംസാരിക്കുന്നത്. ഇനി രണ്ടാം ഭാഗത്തില് ഇന്നത്തെ ഈ പീരിയോഡിക് ടേബിൾ, ഇതിനെ നമ്മൾ ലോങ് ഫോം പീരിയോഡിക് ടേബിൾ എന്ന് പറയും. അപ്പൊ ഈ ലോങ് ഫോം പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള അവയർനെസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു എലമെന്റ് കണ്ടാൽ, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു എലമെന്റ്, അതിന്റെ പേര് മനസ്സിലാക്കുക, റുത്തീനിയം, ഇനി അത് ഏത് ബ്ലോക്കാണ്, അതിന്റെ പ്രത്യേകതകൾ എന്ത് എന്നൊക്കെ മനസ്സിലാക്കുന്ന അവയർനെസ്, ഓരോ എലമെന്റുകളുടെ പറ്റിയുള്ള അവയർനെസ് ആണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം പറയുന്ന സമയത്ത് ബാക്കിയുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നറിയപ്പെടുന്ന അയണൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അറ്റോമിക് സൈസ്, അയോണിക് റേഡിയസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3ആയി തരംതിരിക്കാം. ഈ ചാപ്റ്ററിനെ ഒന്നാമത്തെ ഭാഗത്തില് പീരിയോഡിക് ടേബിളിന്റെ ചരിത്രം പറയുന്നു, രണ്ടാമത്തെ ഭാഗത്തില് പീരിയോഡിക് ടേബിളിന്റെ അവയർനെസ് ആണ്, പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എല്ലാം പിന്നെയും അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നു. സോ നമുക്ക് 3ആയി തരംതിരിക്കാം. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പീരിയോഡിക് ടേബിളിന്റെ ചരിത്രം തന്നെയാണ്. അതായത് ഇന്നത്തെ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ച ശാസ്ത്രജ്ഞന്മാരുടെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ നമുക്ക് തുടങ്ങാം. അപ്പൊ അതിൽ പതിവ് പോലെ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ആദ്യം ഓർമ്മിക്കുന്ന ശാസ്ത്രജ്ഞന്റെ പേര് ഒന്നാമൻ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ലവോസിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലവോസിയർ എന്നൊക്കെ പറയുന്ന ആന്റണി ലവോസിയറിന്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ഒന്നാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിന്റെ ഇന്നത്തെ പീരിയോഡിക് ടേബിളായിട്ട് വലിയ സാദൃശ്യമൊന്നുമില്ല ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ, പക്ഷെ എന്നാലും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് പിന്നെ അല്ലെങ്കിൽ അതിന് പ്രാധാന്യപ്പെട്ട കാര്യങ്ങളാണെന്ന് ഓർമ്മ വരണം. സോ ഒന്നാമത്തെ ശാസ്ത്രജ്ഞൻ ആന്റണി ലവോസിയർ ആണ്. ലവോസിയർ ചെയ്ത കാര്യം, ലവോസിയറിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 32ഓളം എലമെന്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമുക്ക് 118 എലമെന്റോളം പീരിയോഡിക് ടേബിളിലുണ്ട്. പക്ഷെ ലവോസിയറിന്റെ കാലഘട്ടത്തിൽ 32ഓളം എലമെന്റുകൾ മാത്രമേ ഉള്ളൂ. സോ പുള്ളിക്കാരൻ ചെയ്തത് ആ എലമെന്റുകളെ രണ്ടായി തരംതിരിച്ചു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും. സോ പുള്ളിക്കാരന്റെ കോൺട്രിബ്യൂഷൻ അതാണ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്. അപ്പൊ ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കൺസെപ്റ്റ് ആണ് പറയുന്നത്. ലവോസിയറുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ലവോസിയർ അന്നുണ്ടായിരുന്ന 32 എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കോളത്തിനകത്ത് മെറ്റൽസ് എന്നും മറ്റൊരു കോളത്തിനകത്ത് നോൺ മെറ്റൽസ് എന്നും പുള്ളിക്കാരൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പുള്ളിക്കാരന് 2 സ്വഭാവങ്ങൾ കാണിക്കുന്ന, മെറ്റാലിക് പ്രോപ്പർട്ടിയും കാണിക്കുന്ന അല്ലെങ്കിൽ നോൺ മെറ്റാലിക് പ്രോപ്പർട്ടിയും കാണിക്കുന്ന മെറ്റലോയിഡുകൾക്ക് പ്ലേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ഡ്രാബാക്കും അവിടെ പറയാം. സോ മെറ്റലോയിഡും നമുക്ക് അവിടെ ഓർമ്മിക്കുക, മെറ്റലോയിഡ്. ഓക്കെ, അപ്പോ ചരിത്രം പറയുന്ന സമയത്ത് ഒന്നാമത്തെ പേര് ലവോസിയറുടെ കാര്യങ്ങളാണ്. ലവോസിയറുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അവിടെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന് മെറ്റലോയിഡുകൾക്ക് പ്ലേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൂടെ, ഒരു കൺസെപ്റ്റ് കൂടെ അവിടെ പറയണം. ഓക്കെ, ഒന്നാമത്തെ ആളിന്റെ കാര്യം കഴിഞ്ഞു. രണ്ടാമൻ, പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കാൻ സഹായിച്ച രണ്ടാമന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ ഡോബറീനർ എന്നാണ് അറിയപ്പെടുന്നത്, ഡോബറീനർ. സോ രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ഡോബറീനർ. ഈ ഡോബറീനറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡോബറീനറിന്റെ കാലഘട്ടത്തിലും ഏകദേശം 40 അടുപ്പിച്ച എലമെന്റുകൾ മാത്രമേ ഉള്ളൂ.
പുള്ളിക്കാരൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഒരേപോലത്തെ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റുകൾ വെച്ച് ചില പ്രത്യേക ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാക്കി. അതായത് ഒരേപോലെ ഒരു 40ഓളം എലമെന്റുകളിൽ ഒരേപോലത്തെ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റുകളുടെ കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ആ 3 എലമെന്റുകളുടെ കൂട്ടമായതുകൊണ്ട് 3 എലമെന്റുകളുടെ കൂട്ടങ്ങളായതുകൊണ്ട് അതിനെ വിളിച്ച പേര്, ആ ചെറിയ ഗ്രൂപ്പിനെ വിളിച്ച പേര് 3 എന്ന അർത്ഥത്തിൽ ട്രൈആഡ്സ് എന്ന് പറഞ്ഞു. ട്രൈആഡ്സ് എന്ന് പറഞ്ഞു. ഇനി ഓരോ ട്രയാഡിനും പ്രത്യേകതയുണ്ട്. ആ ട്രയാഡില് അറ്റോമിക് മാസ് ഓഫ് മിഡിൽ എലമെന്റ് ഈസ് ദ ആവറേജ് ഓഫ് അതർ 2 എലമെന്റ്സ്. അപ്പൊ ഈ ട്രയാഡുകൾ തരംതിരിക്കുന്നത് വെറുതെ എലമെന്റുകൾ 3 വെച്ച് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതല്ല. ഒരേപോലത്തെ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റുകളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. എന്നിട്ട് തീർന്നില്ല, ആ ഗ്രൂപ്പുകളുടെ പ്രത്യേകത ട്രയാഡ് എന്നൊരു പേരിട്ടു. തീർന്നില്ല, ആ ട്രയാഡില് അറ്റോമിക് മാസ്, മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ് മറ്റ് 2 എലമെന്റിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജ് ആണ് എന്ന് കൂടെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചു. സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അതാണ്. ട്രയാഡ്സ് ഉണ്ടാക്കി. ട്രയാഡ്സിൽ അറ്റോമിക് മാസ് ഓഫ് മിഡിൽ എലമെന്റ് ഈസ് ദ ആവറേജ് ഓഫ് അതർ 2 എലമെന്റ്. അറ്റോമിക് മാസിന്റെ ആവറേജ് ആണ് എന്നൊരു സങ്കല്പം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ ഇങ്ങനെ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് എല്ലാ എലമെന്റ്സും ഉൾപ്പെടുന്ന ട്രയാഡുകൾ ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരന് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ശാസ്ത്രജ്ഞൻ മൂന്നാമന്റെ പേര് ന്യൂലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൂന്നാമത്തെ ആള്. ന്യൂലാൻഡ് ചെയ്ത കാര്യം ഇന്നത്തെ പീരിയോഡിക് ടേബിളിലായിട്ട് കുറച്ച് സാദൃശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഏറ്റവും അറ്റോമിക് മാസ് കുറഞ്ഞ ആളിനെ ആദ്യം വെച്ചു. അതിനേക്കാളും അറ്റോമിക് മാസ് കൂടിയ ആളിനെ അടുത്ത് വെച്ചു. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്ന സമയത്ത് പുള്ളിക്കാരന് ഈ ആദ്യത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെ കാണാൻ പറ്റി 8ാമത്തെ എലമെന്റിലും. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസ് ആവർത്തിച്ചു വരുന്നു. ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ടേബിളിനെയൊക്കെ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ആവർത്തിച്ചു വരുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സോ ന്യൂലാൻഡിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ന്യൂലാൻഡ് ചെയ്ത കാര്യം എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി അങ്ങനെ അറേഞ്ച് ചെയ്ത സമയത്ത് 8ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി 1ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടിയായിട്ട് സാദൃശ്യമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പാട്ടൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആദ്യം വെക്കുന്നത് അല്ലെ, ആദ്യം പറയുന്നത് സായാണ്, അത് കഴിഞ്ഞ് രി, അത് കഴിഞ്ഞ് ഗ, അത് കഴിഞ്ഞ് മ അല്ലെ, പ ധ നീ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വരുന്നത് പോലെ സ വരുന്നത് പോലെ. അപ്പൊ 1 2 3 4 5 6 7 8. അപ്പൊ എട്ടാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി 1ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടിയായിട്ട് സാദൃശ്യം ഉണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഈ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ അല്ലെങ്കിൽ മ്യൂസിക്കൽ നോട്ട് പോലെ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു നിയമം അവിടെ അവതരിപ്പിച്ചു. അതിനെ നമ്മൾ വിളിക്കുന്നത് 8ാമത്തെ ബന്ധപ്പെട്ട ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഒക്ടേവ്സ് അവതരിപ്പിച്ചത് സ്വാഭാവികമായിട്ടും അത് ന്യൂലാൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതവരുടെ കഥ മനസ്സിലായി. അപ്പൊ ഇനി നമുക്കറിയാം ഇത് അങ്ങോട്ടും ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാൻ കഴിയാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂലാൻഡിന്റെ കോൺട്രിബ്യൂഷന്റെ കാര്യങ്ങൾ ഇനി അങ്ങോട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ന്യൂലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇനി വന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് 4ാമൻ ലോതർ മേയർ എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. പുള്ളിക്കാരൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവിടെ അറ്റോമിക് മാസിന്റെ ഗ്രാഫുകൾ ഉണ്ടാക്കി. അറ്റോമിക് മാസും ഇവിടെ അറ്റോമിക് വോളിയൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് അദ്ദേഹം ഗ്രാഫുകൾ ഉണ്ടാക്കി. ഒരു ഗ്രാഫാണ് ഞാൻ പറഞ്ഞത്. അറ്റോമിക് മാസ് എക്സ് ആക്സിസിലും അറ്റോമിക് വോളിയം പോലുള്ള അറ്റോമിക് വോളിയം തന്നെ പ്ലോട്ട് ചെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും പ്ലോട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഗ്രാഫ് ഇങ്ങനത്തെ ഗ്രാഫുകൾ കിട്ടിയിട്ടുണ്ട്. ഓരോ എലമെന്റും പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഗ്രാഫുകൾ കിട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരേ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾക്ക് ഒരേ സ്വഭാവം ഉണ്ടായിരിക്കാം. ഈ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾക്ക് ഒരേ സ്വഭാവം ഉണ്ടായിരിക്കാം എന്ന രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ലോത്തർ മേയറുടെ കോൺട്രിബ്യൂഷൻ അതാണ്. ലോത്തർ മേയർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവിടെ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്തു. എന്തായാലും ഒരു ആക്സിസിൽ അറ്റോമിക് മാസ് തന്നെയാണ്, മറ്റേ y ആക്സിസിൽ വരുന്ന സമയത്ത് അവിടെ അറ്റോമിക് വോളിയം പോലുള്ള മറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും മറ്റ് പ്രോപ്പർട്ടീസ് ഏതെങ്കിലും അവിടെ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് പറഞ്ഞു ഒരേ പൊസിഷനിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ ഒരേ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾക്ക് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും എന്നൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പീരിയോഡിക് ടേബിളിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ 4 ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ കണ്ടുമുട്ടി. ഒരാള് ലവോസിയ ആണ്, രണ്ടാമൻ ടോബറീനർ ആണ്, മൂന്നാമൻ ന്യൂലാൻഡ് ആണ്, നാലാമത്തെ ഒരാള് ലോത്തർ മേയറിന്റെ കാര്യം പറയുന്നു. ഓക്കെ, ഇനി വേറൊരു ശാസ്ത്രജ്ഞന്റെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചാൻകോർട്ടോയിസ്. അദ്ദേഹം എലമെന്റുകളെ ഒരു ഹെലിക്കൽ പ്ലോട്ട് പോലെ അറ്റോമിക് മാസ് അനുസരിച്ച് തന്നെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു എലമെന്റിനെ ഇവിടെ പ്ലോട്ട് ചെയ്തു, ഒരു എലമെന്റിനെ ഇവിടെ പ്ലോട്ട് ചെയ്തു, ഒരു എലമെന്റിനെ ഇവിടെ പ്ലോട്ട് ചെയ്തു, അങ്ങനെ എലമെന്റുകളെ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് ഇവിടെയും അതുപോലെ ഒരേ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾക്ക് ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കാം എന്നൊരു സങ്കല്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ ചാൻകോർട്ടോയിസിന്റെ കോൺട്രിബ്യൂഷൻ അതാണ്. അവിടെ ഹെലിക്കൽ മോഡലുകൾ അവതരിപ്പിച്ചത് ചാൻകോർട്ടോയിസ് എന്ന് പറയണം. ഹെലിക്കൽ. ഇന്നത്തെ പീരിയോഡിക് ടേബിളുമായിട്ട് വേറെ സാദൃശ്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ചരിത്രം പറയുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരുമൊക്കെ പറയേണ്ടി വരുമെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മളുടെ ചാമ്പ്യൻ വരുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ചാമ്പ്യൻ വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ പേര് അറിയാം. ഡിമിട്രി ഇവാനിയോവ് മെൻഡലിയേവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനെ പറ്റിയാണ് ഇനി പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് ആറാമൻ. മെൻഡലീവ് എന്നോ മെൻഡലിയേവ് എന്നോ ഒക്കെ എഴുതാം. അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം എലമെന്റുകളെ 62 എലമെന്റുകൾ എന്നുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യം എലമെന്റുകളെ ഇങ്ങനെയും ഒക്കെ അറേഞ്ച് ചെയ്തു, ഇങ്ങനെയും ഒക്കെ അറേഞ്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. ആ റോസിനെ പീരീഡ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, അതിനെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നു. മെന്റലീഫിന്റെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ അത് തന്നെയാണ്. അവിടെ എലമെന്റുകളെ പീരീഡ്സിലും ഗ്രൂപ്പ്സിലുമായിട്ട് ഒരു ചാർട്ട് പോലെയൊക്കെ വരച്ചിട്ട് പീരീഡുകളിലും ഗ്രൂപ്പുകളിലും അവതരിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതൊരു കാര്യം. ഇനി അദ്ദേഹവും ചെയ്ത കാര്യം അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് മോഡലിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അറ്റോമിക് മാസ്. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എലമെന്റുകൾ അറേഞ്ച് ചെയ്ത സമയത്ത്, അത് ന്യൂലാൻഡ് പറഞ്ഞതുമായിട്ട് സാദൃശ്യമുണ്ട്. എലമെന്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോപ്പർട്ടീസ് ആവർത്തിച്ചു വരാം. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതികവും രാസികവുമായ പ്രോപ്പർട്ടീസ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ. ആവർത്തിച്ചു വരാം. എന്ത് കൂടുന്നതനുസരിച്ച് എന്ന് ചോദിച്ചാൽ അറ്റോമിക് മാസ് കൂടുന്നതനുസരിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞു. സോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രശസ്തമാണ്. അത് ഇങ്ങനെയാണ്: ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ. അതായത് ആവർത്തിച്ചു വരുന്നു. പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് എന്തിന്റെ? അറ്റോമിക് മാസിന്റെ. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് മാസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പീരിയോഡിക് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നു. പീരിയോഡിക് ലോ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇപ്പൊ തന്നെ നമുക്ക് 3 കോൺട്രിബ്യൂഷൻ എഴുതി കഴിഞ്ഞു. എലമെന്റ്സിനെ പീരീഡ്സിലും ഗ്രൂപ്പ്സിലും അറേഞ്ച് ചെയ്തു. എലമെന്റ്സിന് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് കൊണ്ട് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ പ്രശസ്തമായ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തു. പീരിയോഡിക് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാം. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ മറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അന്ന് ഇല്ലാതിരുന്ന, ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് 118ഓളം എലമെന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 65-66 എലമെന്റുകൾ മാത്രമേ നിലവിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്ന സമയത്ത്, എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ അറേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല, അറേഞ്ച് ചെയ്യാൻ എലമെന്റ് ഇല്ല. സോ പുള്ളിക്കാരൻ അവിടെ വേക്കന്റ് ആയിട്ട് ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ഇവിടെ എലമെന്റുകൾ ഉണ്ടായിരിക്കാം, ഭാവിയിൽ ഇവിടെ എലമെന്റുകൾ വരാം എന്ന് മാത്രമല്ല ആ എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് ഇന്നതായിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം കുറിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അവിടെയാണ്. അതായത് അദ്ദേഹം എലമെന്റുകൾ അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റുകൾക്ക് പ്ലേസ് കൊടുത്തു എന്ന് മാത്രമല്ല, കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് ഇന്നതായിരിക്കും എന്ന് കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം അവിടെ അങ്ങനത്തെ എലമെന്റുകൾ കണ്ടുപിടിക്കപ്പെടുന്നു.
ആ എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മെന്റലീഫ് എഴുതി വെച്ച അതേ പ്രോപ്പർട്ടി തന്നെയാണ് ആ എലമെന്റിന് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. അതായത് അദ്ദേഹം predict the properties of elements which are not discovered at that time. Predict properties of elements which are not discovered at that time. അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റുകളുടെ പ്രോപ്പർട്ടി വരെ അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. അങ്ങനത്തെ പ്രശസ്തമായ ഒരു എലമെന്റ് ഉണ്ട്, നമ്മുടെ ഗാലിയം. ഗാലിയത്തിന്റെ സ്ഥലം അദ്ദേഹം ഒഴിച്ചിട്ടുള്ളതായിരുന്നു. അത് അലുമിനിയത്തിന് തുടർന്ന് വരുന്ന ഒരു എലമെന്റ് ഉണ്ട് എന്ന അർത്ഥത്തിൽ അദ്ദേഹം അവിടെ എഴുതി വെച്ചിരുന്ന പേര് ഗാലിയത്തിന് പകരം എഗ അലുമിനിയം എന്ന് എഴുതി വെച്ചിരുന്നു. എഗ അലുമിനിയം. സോ ഗാലിയം എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന എലമെന്റിനെ മെന്റലീഫ് അവിടെ പ്ലേസ് ചെയ്തിരുന്നത് അലുമിനിയത്തിന് തുടർന്ന് വരുന്ന ഒരാള് യഥാർത്ഥത്തിൽ എഗ അലുമിനിയം എന്ന് പറഞ്ഞിരുന്നു. ഇനി അതുപോലെ ജർമേനിയത്തിനും അദ്ദേഹത്തിന് പൊസിഷൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പേരെന്തായിരിക്കും എഴുതിയിരിക്കുക? സ്വാഭാവികമായിട്ടും അത് എഗ സിലിക്കൺ. സിലിക്കണിന് തുടർന്ന് വരുന്ന എലമെന്റ് ആണ് അവിടെ എന്ന രീതിയിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ആ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം predict the properties of elements which are not discovered at that time. അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റുകളുടെ പ്രോപ്പർട്ടീസും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് രണ്ടുപേരെ പേര് പറയുന്നു. ഒന്ന് ഗാലിയത്തിന്റെ പ്രോപ്പർട്ടി അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. പക്ഷേ ഗാലിയത്തിന്റെ പേര് ഗാലിയം എന്നല്ല അവിടെ എഴുതിയിരുന്നത്, എഗ അലുമിനിയം, അലുമിനിയത്തിൽ തുടർന്ന് വരുന്ന ആള്. അതുപോലെ ജർമേനിയത്തിന് എഗ സിലിക്കൺ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് അതൊരു ചോദ്യമാണ്. എഗ അലുമിനിയം എന്നറിയപ്പെട്ടിരുന്ന എലമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഗാലിയം. അതുപോലെ തന്നെ എഗ സിലിക്കൺ എന്നറിയപ്പെടുന്ന എലമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം ജർമേനിയം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ എല്ലാം കൊണ്ട് തന്നെ നമ്മൾ പറയും സ്വാഭാവികമായിട്ടും ഇദ്ദേഹമാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ ആ കിരീടവും നമ്മൾ ചാർത്തി കൊടുക്കുന്നു. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, തീർന്നില്ല. അദ്ദേഹം ചില എലമെന്റുകളുടെ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്തു എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ കൂടെ അവിടെ ഉണ്ട്. അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്തു. ശരി, അപ്പൊ മെന്റലീഫിന്റെ കോൺട്രിബ്യൂഷൻ മാത്രം നമുക്കൊന്ന് സംസാരിക്കാം. മെന്റലീഫിനെ പറ്റി മാത്രം. ഓക്കെ, ഓർക്കേണ്ട പോയിന്റുകൾ ഒന്ന്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആണ് മെന്റലീഫ്. എലമെന്റ്സിനെ പീരീഡ്സ് എന്നും ഗ്രൂപ്പ്സ് എന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശസ്തമായ പീരിയോഡിക് ലോ അവതരിപ്പിച്ചു. എന്താണ് പീരിയോഡിക് ലോ എന്ന് ചോദിച്ചാൽ, the physical and chemical properties of elements are the periodic function of atomic mass എന്ന് പറയണം. ഇനി അദ്ദേഹം ചെയ്ത കാര്യം, കറക്റ്റ് അറ്റോമിക് മാസ് ഓഫ് സർട്ടൺ എലമെന്റ്സ്. ചില എലമെന്റുകളുടെ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്തു. തീർന്നില്ല, ഈ predict the properties of elements which are not discovered at that time. അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചരിത്രത്തിൽ ആദ്യം ലാവോസിയെ മെറ്റൽസ് നോൺ മെറ്റൽസ്, മെറ്റലോയിഡിന് പ്ലേസ് കൊടുത്തില്ല. രണ്ടാമൻ ഡോബറീനർ 3 എലമെന്റുകൾ ഉൾപ്പെടുന്ന ട്രയാഡുകൾ അവതരിപ്പിച്ചു. ഓരോ ട്രയാഡിന്റെയും പ്രത്യേകത, atomic mass of middle element is the average of other 2 elements. Okay, ന്യൂലാൻഡ് law of octaves എന്നറിയപ്പെടുന്ന ഒരു നിയമം അവതരിപ്പിച്ചു. അത് ഇങ്ങനെയാണ്, എലമെന്റ്സിനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നോക്കുന്ന സമയത്ത് 8ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി 1ാമത്തെ എലമെന്റുമായിട്ട് സാദൃശ്യമുണ്ട് എന്ന് കാണുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ മ്യൂസിക്കൽ നോട്ട് പോലെ. ഓക്കെ, അടുത്ത ലോതർമെയറിന്റെ കോൺട്രിബ്യൂഷൻ. ലോതർമെയർ ഗ്രാഫുകൾ വരച്ചു, അറ്റോമിക് മാസും അറ്റോമിക് വോളിയവും തമ്മിലുള്ള ഗ്രാഫുകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു സിമിലർ പൊസിഷനിൽ വരുന്ന എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. ഓക്കെ, അടുത്ത് പറഞ്ഞത് ചാൻകോർ ടോയ്സിനെ പറ്റിയാണ്. ചാൻകോർ ടോയ്സ് ഹെലിക്കൽ മോഡലുകൾ അവതരിപ്പിച്ചു. അവിടെ ഇതുപോലെ തന്നെ ഒരേ പൊസിഷനിൽ വരുന്ന എലമെന്റുകളുടെ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും എന്ന് പറഞ്ഞു. അവിടെയും അറ്റോമിക് മാസ് തന്നെയാണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി. ഇനി മെന്റലീഫിന്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു. പിന്നെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, അറ്റോമിക് മാസ്, പീരിയോഡിക് ലോ, പിന്നെ ചില എലമെന്റിൽ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രശസ്തമായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഒരാളുടെ കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഡോബറീനറും അറ്റോമിക് മാസിനെ പറ്റിയാണ് സംസാരിച്ചത്. ന്യൂലാൻഡും അറ്റോമിക് മാസിനെ പറ്റിയാണ് സംസാരിച്ചത്. ലോതർമെയറും അറ്റോമിക് മാസിനെ പറ്റി പറഞ്ഞു. ചാൻകോർ ടോയ്സും അറ്റോമിക് മാസിനെ പറ്റി പറഞ്ഞു. മെന്റലീഫും അറ്റോമിക് മാസിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇനി വരുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേര്
ഹെൻറി മോസിലി എന്നാണ്. മോസിലെ എന്നോ പറയാം. ഏഴാമൻ മോസിലെ മോസിലി എന്നോ പറയുക. അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പരിശ്രമശാലിയായിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹം ഓരോ എലമെന്റിന്റെയും എക്സ്റേ സ്പെക്ട്രം എടുത്തതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കി അറ്റോമിക് മാസ് എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി അല്ല, പകരം അറ്റോമിക് നമ്പർ ആണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ പറയുന്ന സമയത്ത് എക്സ്റേ സ്പെക്ട്രം എന്നൊരു വാക്ക് ഓർമ്മിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ ആണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഒരു അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ വ്യത്യാസമല്ല കാര്യങ്ങൾ, ആ കൺസെപ്റ്റ് തന്നെ വ്യത്യാസം വരുന്നു എന്ന് ഓർത്തോണം. ബാക്കിയുള്ള എല്ലാവരും സംസാരിച്ചത് അറ്റോമിക് മാസിനെ പറ്റിയാണെങ്കിൽ ഇദ്ദേഹം മാത്രം സംസാരിച്ചത് അറ്റോമിക് നമ്പർ ആണ്. സോ ഇന്ന് കാണുന്ന ഈ പീരിയോഡിക് ടേബിൾ അത് മോസ്ലിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ശരിയായി പറഞ്ഞാൽ. കാരണം അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ഹൈഡ്രജൻ 1, ഹീലിയം 2, അടുത്ത ലിഥിയം 3, ബെറിലിയം 4 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ തന്നെയാണ് ഇന്നത്തെ പീരിയോഡിക് ടേബിൾ നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. സോ ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക് ലോയെ പരിഷ്കരിച്ച് മോഡേൺ പീരിയോഡിക് ലോ എന്ന പേരിൽ ഒരു നിയമം ഉണ്ടാക്കി. മോഡേൺ പീരിയോഡിക് ലോ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെയായിരിക്കും. ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ എന്ന് പറയണം. ഞാൻ പറഞ്ഞു അവിടെ ഒരു വാക്കിലെ വ്യത്യാസമല്ല, കൺസെപ്റ്റിലെ തന്നെ വ്യത്യാസമാണെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ചോദിച്ചു നോക്കാം. പിന്നെ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അത് പീരിയോഡിക് ലോ ആണ്. ഇനി ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. അത് അവതരിപ്പിച്ചത് മോസ്ലി ആണ്. പീരിയോഡിക് ലോ അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ അത് മെന്റലീഫ് ആണ്. അതേസമയം മോഡേൺ പീരിയോഡിക് ലോ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മോസ്ലി ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഞാൻ ചരിത്രം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ കഥ അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 7 പേരുടെ കാര്യങ്ങൾ. അതിൽ ഒന്നാമൻ ലവോസിയെ, രണ്ടാമൻ ഡോബറീനർ, മൂന്നാമൻ ന്യൂലാൻഡ് ആണ്, നാലാമത്തെ ആള് ലോതർണിയർ, അഞ്ചാമത്തെ ആള് ചാൻകോർ ടോയ്സ്, ആറാമത്തെ ആള് മെന്റലിയേഫ്, ഏഴാമത്തെ ആള് മോസ്ലി. അങ്ങനെ 7 പേരുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ അതില് ഹെലിക്കൽ മോഡലുകൾ അവതരിപ്പിച്ചത് ചാൻകോർ ടോയ്സ് ആണ്. അറ്റോമിക് മാസ്, അറ്റോമിക് വോളിയം ഗ്രാഫുകൾ വരച്ചത് ലോതർണിയർ ആണ്. ട്രയാഡുകളെ പറ്റി പറഞ്ഞത് ഡോബറീനർ ആണ്. മ്യൂസിക്കൽ നോട്ടുകൾ ബന്ധപ്പെടുത്തി ലോ ഓഫ് ഒക്ടേവ്സ് പറഞ്ഞത് ന്യൂലാൻഡ് ആണ്. ഇനി പീരിയോഡിക് ലോ അവതരിപ്പിച്ചതും പിന്നെ കോളംസ്, ഗ്രൂപ്പ്സ്, പിന്നെ എക്കാലുമിനിയം, എക്കാസിലിക്കൺ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് മെന്റലീഫ് ആണ്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. ഇനി മോസ്ലിയുടെ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ നമുക്ക് എക്സ്റേ സ്പെക്ട്രം, അറ്റോമിക് നമ്പർ എന്നൊരു വ്യത്യാസം, പിന്നെ അതുപോലെ മോഡേൺ പീരിയോഡിക് ലോ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റും മോസ്ലിയുടേതാണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഒരു പീരിയോഡിക് ടേബിൾ കൂടെ കയ്യിൽ വെച്ചിരിക്കണം. നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട് അങ്ങനത്തെ പീരിയോഡിക് ടേബിൾ. അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ അവയർനെസ് ആണ്. ഒരു പീരിയോഡിക് ടേബിൾ കണ്ടിട്ട് പീരിയോഡിക് ടേബിൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ എലമെന്റുകളുടെ പേരുകളും ഒക്കെ വായിക്കാനാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നല്ലവണ്ണം ഇന്നത്തെ ക്ലാസ് നല്ലവണ്ണം പഠിക്കുക. പിന്നെ ഒരു പീരിയോഡിക് ടേബിൾ കൂടെ കൈവശം വെച്ചിരിക്കുക അടുത്ത ക്ലാസ്.